എല്ലാവർക്കും നന്ദി. അപ്പോ എന്തൊക്കെയാണ് വേണ്ടത് എന്നതുപോലെ എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം. നമുക്ക് എത്ര സെൻസസ് ഉണ്ട് സോമേട്ട? എത്ര സെൻസസ് ഉണ്ടെന്ന്? 5 സെൻസസ്. സെൻസസ്. അതിൽ വലിയൊരു സെൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു സെൻസാണ്. എന്താണെന്ന് പറയാമോ? കോമൺ സെൻസ്. കോമൺ സെൻസ്. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങില് നമ്മുടെ പ്രവൃത്തികളിൽ, ചിന്തകളിലും ചിന്തകളിൽ വിട്ടാലും നമ്മുടെ പ്രവൃത്തികളിൽ ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുന്നതിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കോമൺ സെൻസ്. അതില്ലെങ്കിലാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഈ കോമൺ സെൻസിന്റെ അഭാവം കൊണ്ട്, കുറവ് കൊണ്ട് പല അബദ്ധങ്ങളും, പല നെഗറ്റീവ്സും, പല ആണ്ടക്കെട്ടുകളും, അല്ലെ, ചില പാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞ അറിഞ്ഞോ അറിയാതെയോ കുറേ എന്താ പറയാ ബാഗേജുകൾ, അല്ലെ, കെട്ടുപാടുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നേടുന്നത് ആ ഒരു പാതയിലാണ് നമ്മളിപ്പോൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രാക്ടിക്കൽ ടിപ്സിനെ കുറിച്ചാണ് ഇന്നലെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തായിരുന്നു ഇന്നലെ പറഞ്ഞത്? ഇന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ആ പ്രാക്ടിക്കൽ സ്റ്റെപ്സിൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ മെഡിറ്റേഷൻ തന്നെയാണ്. മെഡിറ്റേഷൻ. അപ്പം നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ഒന്നാമത്തത് മെഡിറ്റേഷൻ. രണ്ടാമത്, ഇന്നലെ സംസാരിച്ചതിനെ കുറിച്ച് ആരെങ്കിലും ഒരു 2 കമന്റ് പറയൂ, ഒരു പോയിന്റ് എങ്കിലും പറയൂ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് അത് ഹാബിറ്റ് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്രേയറിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കതിനകത്ത് കൂടുതൽ അറിവുകൾ നമ്മളുടേതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ജീവിത എക്സ്പീരിയൻസുമായിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അറിവ് നേടുന്നതുകൊണ്ട് പ്രയോജനം. അറിവ് നേടുന്നത് നമ്മുടെ പ്രവൃത്തിയെ കൊണ്ടുവന്നില്ലെങ്കിൽ യൂസ്, അല്ലേ? അപ്പോൾ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? എനിക്കൊരു നെഗറ്റീവ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മറികടക്കണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് എ ഗുഡ് ഹാബിറ്റ്. ദോഷമുള്ള ഹാബിറ്റ് ആണെങ്കിൽ ദോഷമില്ലാത്തൊരു ഹാബിറ്റ്. അങ്ങനെയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിന് കുറച്ച് ഉദാഹരണങ്ങളും പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് യുവർ ഓൺ ഇമാൻസിപ്പേഷൻ ബുക്ക്. നമ്മുടെ തന്നെ മോചന പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പൊ ഇത് എഴുതേണ്ട കാര്യമാണ്. പേപ്പറും പെൻസിലും ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ, എല്ലാ ദിവസവും ഉണ്ടാകണം. ഓക്കെ, അല്ലെങ്കിൽ റെക്കോർഡ് കേട്ടെങ്കിലും നിങ്ങളത് എഴുതുക. ഓക്കെ, റൈറ്റ് യുവർ ഓൺ ഇമാൻസിപ്പേഷൻ. നമ്മുടെ മോചന പ്രഖ്യാപനം നടത്തേണ്ടത് വേറെ ആരുമല്ല, അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ? പറയൂ. നമ്മൾ നമ്മുടെ മോചന പ്രഖ്യാപനം എഴുതാൻ പോവാണ്. മോചനം എന്തിൽ നിന്നാണ്? ഈ നെഗറ്റീവായിട്ടുള്ള നമ്മളെ പുറകോട്ട് വലിക്കുന്ന വിശ്വാസങ്ങളെയും, ഇല്ലേ, അറിവുകളെ കുറിച്ചാണ്. അതിൽ നിന്നാണ് നമുക്ക് മോചനം നേടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പ്രഖ്യാപനം എഴുതാൻ പോവാണ്. നമ്മൾ സ്വയം ചോദിക്കണം, എന്താണ്? ഫ്രം വാട്ട്? എന്തിൽ നിന്നാണ് എനിക്ക് മോചനം വേണ്ടത്? അല്ലെങ്കിൽ ആരിൽ നിന്നാണ്? ഇപ്പൊ എന്താ, ആരിൽ നിന്നാണ് എനിക്ക് മോചനം വേണ്ടത്? ഇപ്പൊ ഈ വിവാഹ മോചനമൊക്കെ നേടാൻ പോകുമ്പോഴത്തേക്ക് ആരിൽ നിന്നാണ് മോചനം എന്നുള്ളത് ക്ലിയർ ആണല്ലോ, അല്ലേ?
ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് ഭാര്യയിൽ നിന്ന്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, നമ്മളെ തളർത്തുന്ന വിശ്വാസങ്ങളിൽ നിന്നും ഒക്കെയാണ്. ആസ്ക് ഫ്രം വാട്ട്, എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഞാൻ ലിബറേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ കാണുക? ഏത് ബാഡ് ഹാബിറ്റാണ്, ഏത് നെഗറ്റീവ് ഇമോഷനാണ്, അല്ലെങ്കിൽ ഏത് നെഗറ്റീവ് ബിലീഫാണ് എന്നെ വളരാൻ അനുവദിക്കാത്തത്? അത് ഐഡൻറ്റിഫൈ ചെയ്യണം, സ്വയം ചോദിക്കുക. ഇപ്പോൾ പലർക്കും പലതായിരിക്കാം. എനിക്കുള്ളതായിരിക്കണം പ്രീതി ടീച്ചർക്കുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അങ്ങനെ അവരുടേതായിട്ടുള്ള ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ഓക്കെ, ചിന്തിക്കുക, എന്തൊക്കെയാണ് എൻ്റെ ബാഡ് ഹാബിറ്റ്സ്? സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ, എന്നെ തന്നെ നശിപ്പിക്കുന്ന ബിഹേവിയറുകളുണ്ട് അല്ലേ? ആത്മനിന്ദ ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത, അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഭയം, അകാരണ ഭയം. അകാരണ ഭയം കൊണ്ടാണ് ആരും ഒന്നും ചെയ്യാത്തത്. അകാരണ ഭയം കൊണ്ടാണ്. ദെൻ പ്രോക്രാസ്റ്റിനേഷൻ ആണോ, അലസതയാണോ, മടിയാണോ, സ്വയം കുറ്റപ്പെടുത്തലാണോ? നമ്മൾ എല്ലാറ്റിനും കാരണം പുറമേ തിരിയും. അയാളാണ്, അല്ലെങ്കിൽ ആ സാഹചര്യമാണ്, അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പുറമേ തിരിയും. നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, നമ്മളിലേക്ക് തന്നെ തിരിയുന്നില്ല. പ്രശ്നമൊക്കെ അവിടെയാണ് കിടക്കുന്നത്, നമ്മളിലേക്ക് തന്നെ തിരിയാത്തതിൻ്റെ വിഷയമാണ്. നമ്മളുടെ തിരിച്ചറിവിൻ്റെ കുറവാണ്. നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ കോമൺ സെൻസ് ശരിക്കും വർക്ക് ചെയ്യാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എഴുതി വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് എ ഫസ്റ്റ് പേഴ്സൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ററാക്ഷൻ വേണം. ഫസ്റ്റ് പേഴ്സൺ സ്റ്റേറ്റ്. ആരാ ഫസ്റ്റ് പേഴ്സൺ? ഐ, ഞാനാണ്. ഐ ജോസഫ് ജോൺ proclaim myself to be free from dash dash dash. I ജോസ് കുര്യൻ proclaim, പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. ഞാൻ ജോസ് കുര്യൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ സ്വയം പ്രഖ്യാപിക്കുന്നു. എന്ത്? ടു ബി ഫ്രീ ഫ്രം പ്രോക്രാസ്റ്റിനേഷൻ, ടു ബി ഫ്രീ ഫ്രം ഫിയർ, അകാരണ ഭയം. ഐ പ്രൊക്ലെയിം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആദ്യം നമ്മളത് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് എഴുതുമ്പോൾ ഞാൻ അല്ലേ, എലിസ ഹിയർ ബൈ പ്രൊക്ലെയിം മൈസെൽഫ് ടു ബി ഫ്രീ ഫ്രം, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്? എന്താണ് നമ്മുടെ ഇല്ലിസിറ്റ് ബിഹേവിയർ? എന്താണ് നമ്മുടെ നിഷിദ്ധ ചിന്തകൾ? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പെരുമാറ്റം അല്ലേ, പെട്ടെന്ന് ക്ഷോഭിക്കുന്ന പെരുമാറ്റമാണോ, അല്ലെങ്കിൽ അസൂയയാണോ? ഇത് നമ്മൾ ഐഡൻറ്റിഫൈ. ഇല്ലിസിറ്റ് ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിലെ അപാകതകളെ നമ്മൾ തിരിച്ചറിയുക. അൺഫെയർ ആണോ, ഫെയർ ആയിട്ടല്ലാത്ത പെരുമാറ്റം. അൺവൈസ്, കോമൺ സെൻസ് ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളാണോ, ബുദ്ധിപൂർവമല്ലാത്ത പെരുമാറ്റമാണോ ചെയ്യുന്നത്? ബുദ്ധിപൂർവമല്ലാത്ത പെരുമാറ്റം ചെയ്തിട്ട് there is no need to blame others. പിന്നെ രഹസ്യമായി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ. അസൂയയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും ഞാൻ ചെയ്യുന്ന അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, വ്യാജമായ കാര്യങ്ങൾ, അതൊക്കെ എഴുതി വയ്ക്കണം കേട്ടോ. ഐ ഡാഷ്, അത് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ജോസഫ് ജോൺ ഇതിനാൽ സ്വയം പ്രഖ്യാപിക്കുന്നത് എന്തെന്നാൽ, അതൊക്കെ വേർഡിംഗ് ഒക്കെ സജീഷ് സാറ് വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയും. രജിസ്ട്രേഷൻ്റെ പാട്ട്
പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. അന്ന് നമുക്കറിയാം എബ്രഹാം ലിങ്കൺ പ്രഖ്യാപിച്ച ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ, അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് 1983 ചെയ്തത്. അത് ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഒരു സിംബോളിക്കായിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന, നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ അടിമയാക്കുന്നത്, അല്ലേ? ആ അടിമയാക്കുന്ന സ്വഭാവങ്ങളെ നമ്മൾ റിലീസ് ചെയ്യുകയാണ്, പ്രൊക്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒന്ന്, സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. ആസ്ക്. നമ്പർ 1, ആസ്ക്. രണ്ടാമത്തത്, റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ എഴുതണം. റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഐ ഡാഷ് പ്രൊക്ലെയിം ദാറ്റ്. ഇങ്ങനെ മൈസെൽഫ് ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? ഡിക്ലെയർ ടു ബി ഫ്രീ ഫ്രം ദീസ് ഇല്ലിസിറ്റ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? പ്രാക്ടിക്കൽ ചെയ്യേണ്ട കാര്യമാണത്. അതെ, ഇത് തിയറിറ്റിക്കൽ അല്ല. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ദിവസവും എഴുതേണ്ട ഒരു ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെയാണ് ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂളുമാണത്. നമ്പർ 1 ഞാൻ പറഞ്ഞു, പ്രാക്ടിക്കൽ മെഡിറ്റേഷൻ. രണ്ടാമത്തത് ഈ റൈറ്റിംഗ് പ്രൊക്ലമേഷൻ, എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് എഴുതുക എന്നുള്ളതിലാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ആസ്ക്. ആരിൽ നിന്നാണ്, എന്തിൽ നിന്നൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ലിസ്റ്റ് ഉണ്ടായിക്കോ. രണ്ടാമത് എഴുതണം. റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, സോമൻജി ക്ലിയർ ആയി പോകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണ് സാർ. പോയിന്റുകൾ ഒന്ന് എന്താ പറയുക, ഒന്ന് സ്റ്റിക്ക് ആവുന്ന മാതിരി ഒന്ന് ഫോക്കസ് ചെയ്തോളൂ സാർ. നമ്പർ 3, ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, ക്രിയേറ്റ് യുവർ ലിബറേഷൻ പ്ലാൻ. എന്തിനും ഒരു പ്ലാൻ വേണമല്ലോ, അല്ലേ? ലിബറേഷൻ പ്ലാൻ, അത് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ തീരുമാനവും എടുത്തു, ഐഡന്റിഫൈ ചെയ്തു, എഴുതിയും വെച്ചു. നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെക്കുന്നു എന്ന് പറയാറില്ലേ? എന്ന് പറഞ്ഞതുപോലെ എഴുതി അവിടെ വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ബട്ട് ഇംപ്ലിമെന്റ് വി ഷുഡ് ഹാവ് എ പ്ലാൻ ടു ഇംപ്ലിമെന്റ്. ഇതെങ്ങനെ ഞാൻ ഈ കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും, പ്ലാൻ ഉണ്ടാകും. ഓക്കെ, അതും എഴുതി വെക്കണം അല്ലേ സാർ? എഴുതി വെക്കണം. ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്ലാനും എഴുതി വെക്കണം. ഹൗ വിൽ യു ലിബറേറ്റ് യുവർ സെൽഫ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്നും മോചനം നേടുക? സ്വയം നേടാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നേടണം. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. സ്വയം ലിബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ആയിട്ടുള്ള, മറ്റേതോ ഔട്ട്സൈഡ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ കാര്യങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ ലിബറേറ്റ് ചെയ്യും? ഔട്ട്സൈഡ് ഫോഴ്സസിൽ നിന്നും ഞാൻ എങ്ങനെ ലിബറേറ്റ് ചെയ്യും? ഇതും ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? തടസ്സങ്ങൾ വരും, അല്ലേ? അല്ലെങ്കിൽ സ്വാധീനങ്ങൾ വരും. ഇപ്പോൾ വെളിയിലാണെങ്കിലോ, വെളിയിലുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ലിബറേഷൻ നോക്കുന്നതെങ്കിൽ എന്തുവരും? സ്വാധീനങ്ങൾ വരാം, പ്രഷറുകൾ വരാം. അങ്ങനെ അതും നമ്മൾ പ്രതീക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനെ വരുമെന്നും അല്ല, തടസ്സങ്ങൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ ചെയ്യരുത്. വന്നാൽ അതിനെയും ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിൽ കാണണം, പദ്ധതി കാണണം. ഹൗ വിൽ ഐ ഓവർകം ഇറ്റ്? ഇപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? സപ്പോർട്ട് എടുക്കണം. യു ക്യാൻ ഗെറ്റ് അസിസ്റ്റൻസ്, സഹായം തേടാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സജീഷ് സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്
അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഗ്രൂപ്പുണ്ട്. നിങ്ങളുടെ ഒരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ബിലീഫ് ഇതില്ലെന്ന് നമുക്ക് പുറമേ നടിച്ചിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉണ്ട്. അത് കളയാൻ, അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ ഈ ഗ്രൂപ്പ് കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം നേരിടുന്നുവെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഹെൽപ്പ്. ഈ ഹൃദയ ബന്ധുക്കളുടെ സഹായം നിങ്ങൾക്ക് തേടാം. ഈ കാര്യം നേടുന്നതിന് എന്ത് റിസോഴ്സസ് ഒക്കെ ഞാൻ സംഭരിക്കണം, കരുതി വയ്ക്കണം, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് ഞാൻ എപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഹൗ ക്യാൻ ഐ കൺക്ലൂഡ്, എനിക്കത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചും ചിന്ത വേണം. ക്ലിയർ? പിന്നെ നാലാമത്തതാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രക്രിയയാണ്. ഇമാജിൻ യുവർ സെൽഫ് ഗോയിങ് ത്രൂ ദീസ് സ്റ്റെപ്സ്. നിങ്ങൾ സ്വയം ഇമാജിൻ ചെയ്യുക. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? ഈ പ്രോസസ്സുകൾ ഞാൻ പറഞ്ഞതുപോലൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് അവസാനം ഇരുന്ന് ചിന്തിക്കുക. സീ യുവർ സെൽഫ് ഇൻ എ ന്യൂ കണ്ടീഷൻ. ഞാനൊരു പുതിയ കണ്ടീഷനിലാണ്, ഞാനൊരു പുതിയ സാഹചര്യത്തിലാണ്, അല്ലെ, വളർത്തുന്ന സാഹചര്യത്തിലാണ്. ഞാൻ ഈ എന്നെ പുറകോട്ട് വലിക്കുന്ന ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, ഞാൻ ആവശ്യമില്ലാതെ ചുമന്നുകൊണ്ട് നടന്ന ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ട് ഒരു പുതിയ അവസ്ഥയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ മെഡിറ്റേഷനുമായിട്ട് ഇത് തന്നെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇമാജിൻ യുവർ സെൽഫ് ഗോയിങ് ത്രൂ ദീസ് സ്റ്റെപ്സ്. എന്താണ്? ഒരു പുതിയ കണ്ടീഷൻ. സീ യുവർ സെൽഫ് ഇൻ എ ന്യൂ കണ്ടീഷൻ. ഞാനൊരു പുതിയ അവസ്ഥയിലാണ്, സാഹചര്യത്തിലാണ്. 2, ഞാൻ ലിബറേറ്റഡ് ആണ്, ഞാൻ ഫ്രീ ആണ്. ഓക്കെ, ഫ്രീഡം നമ്മുടെ ബെറ്റർമെന്റിനാണെന്നുള്ളത് ഓർക്കണം എന്നുള്ളത് വേറൊരു കാര്യം, അല്ലേ? ഫ്രീഡം എന്ന് പറയുന്നത് ദെൻ ഈ അവസ്ഥ, ഈ ഒരു സാഹചര്യം മറ്റാരും അടിച്ചേൽപ്പിച്ചതല്ല. സജീഷ് സാറോ ജോസഫ് ജോൺ സാറോ ഒന്നും അടിച്ചേൽപ്പിച്ചതല്ല. ഇറ്റ് ഈസ് ചോസൺ ബൈ മീ. ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതിന് ഉത്തരവാദം ഞാനാണ്. ഇങ്ങനൊരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്താൽ, ഓരോരുത്തരും ഡിസിഷൻ എടുത്താലേ അത് സാധിക്കുള്ളൂ. എത്ര പേര് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഞാൻ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ദിസ് ഈസ് ഫോർ ദ ഗുഡ് ഓഫ് മീ. എനിക്ക് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു പുതിയ അവസ്ഥയിലാണ്, ഞാൻ തിരഞ്ഞെടുത്തതാണ്, ഞാൻ റിലാക്സ്ഡ് ആണ്, ഞാൻ റിലീസ്ഡ് ആണ്, ഞാൻ ലിബറേറ്റഡ് ആണ്, ഞാൻ ഇമാൻസിപ്പേറ്റഡ് ആണ് എന്നുള്ള ചിന്തയോടെ ഇരിക്കുക. ഹാവിങ് ബ്രോക്കൺ ദ ചെയിൻസ്. ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞു കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ പൊട്ടൻഷ്യലിനെ പരിമിതപ്പെടുത്തുന്നതാണ് ഈ ചെയിൻസ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാനായിട്ട് അനുവദിക്കാത്ത കാര്യങ്ങളാണ് ഈ ചെയിൻസ്, അല്ലേ? അപ്പോൾ നമ്മളൊരു പുതിയ അവസ്ഥയിലാകുമ്പോഴത്തേക്ക് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയും. എൻ്റെ മാക്സിമം കഴിവ് ഓപ്റ്റിമലായിട്ട് ഉപയോഗിക്കാൻ, ഡിസൈറബിളായിട്ട് ഉപയോഗിക്കാൻ, എത്തേണ്ടടുത്ത് എത്തുവാനുമായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിൽ കാണുന്നു. ഇതാണ് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിമോചന പ്രഖ്യാപനം എന്ന് നടത്തിയിരിക്കുകയാണ്. ഇത് എഴുതി വെക്കണം. ഓക്കെ, എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിച്ചാൽ എല്ലാവർക്കും ഗുണം കിട്ടും. എങ്ങനെ വേണമെങ്കിലും ആകാം. സോ ലെറ്റ് us conclude this. താങ്ക് യു വെരി മച്ച്. സംശയം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഞാൻ നടക്കട്ടെ. ആ. ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഇമാൻസിപ്പേഷൻ ടൂള് നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ട്. ഉം. അപ്പൊ ഇവിടെ ഇപ്പോ ഇന്നലെ സജീഷ് പറഞ്ഞു നമുക്ക് പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് ഡൂ ലിസ്റ്റ് എഴുതി ചെയ്യാം. ആ. പലപ്പോഴും ഒരു ഫിയർ എന്ന് ഒരാൾക്കുണ്ട്, അത് ട്രോമയായി കിടക്കാന്ന് വിചാരിക്കുക. ആ. കാരണം ചില ഫിയേഴ്സ് ഒക്കെ ട്രോമയാണ്. ട്രോമ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് അല്ല മറ്റേ. അപ്പൊ അങ്ങനെ കിടക്കുന്നുവെങ്കിൽ അതിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് സങ്കേതങ്ങൾ ഉപയോഗിക്കണ്ടേ എന്ന് പറഞ്ഞാല് ഹിപ്നോസിസ്, ഹീലിംഗ് മെത്തഡോളജി, അതൊക്കെ ഉപയോഗിക്കേണ്ടി വരില്ലേ? അപ്പൊ അതിലേക്ക് നമ്മളൊരു വെളിച്ചം വീശണ്ടേ? അതാണ് ഈ നമുക്ക് അസിസ്റ്റൻസ് തേടാം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഇപ്പോൾ അസിസ്റ്റൻസ് തേടണമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്
ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആ ഒരു കേസിൻ്റെ ഡെപ്ത്. ഡെപ്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി അനുസരിച്ച് നമുക്ക് അസിസ്റ്റൻസ് തേടേണ്ടി വരും തീർച്ചയായിട്ടും. മറ്റ് അതിനൊരു സൗകര്യം ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ചില മേഖലകളിൽ എക്സ്പെർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ പലപ്പോഴും പല ബ്ലോക്കുകളെയും നമുക്ക് എടുത്തു കളയാൻ കഴിയാതിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാണ്. ആ തലത്തിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അസിസ്റ്റൻസ് വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, ലിബറേറ്റ് ചെയ്യപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് എന്താണ് അവർക്കൊരു നീഡ് തോന്നുന്നത്, അവർ ഓപ്പണപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതൊക്കെ ലിബറേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളത് ഒരു ഫാക്റ്റാണ് കേട്ടോ. ബട്ട് ചെറുപ്പകാലത്തൊക്കെ കിട്ടിയ ഭയങ്കരമായിട്ടുള്ള സ്ട്രോക്കുകൾ, ഈ പറഞ്ഞ നെഗറ്റീവ് സ്ട്രോക്സ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ മുറിവേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവാം. അതിനെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പിഴുതു കളയാൻ പറ്റിയെന്ന് വരില്ല. അവിടെ നമുക്ക് ഹെൽപ്പ് തേടണം. താങ്ക് യു. സമയമായി. താങ്ക് യു. സർ, താങ്ക് യു. വളരെ മനോഹരമായ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന 4 പോയിന്റുകൾ അങ്ങനെ വേണം ഇന്നത്തെ വിഷയത്തിനെ കരുതാൻ. അതായത് ചോദിക്കുക, അതിനുശേഷം ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള നിലയിൽ അതിനെ എഴുതുക, എഴുതിയ ശേഷം അതിനൊരു പ്ലാൻ തയ്യാറാക്കുക, ആ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുക, ഭാവനയിൽ കാണുക. ഇത് നമ്മുടെ ഗോളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ പറയുന്നത്, എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതായി മനസ്സിൽ മാറുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു പ്രാക്ടിക്കൽ വിസ്ഡമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ തീർച്ചയായും ഇത് നമ്മൾ എഴുതി തന്നെ ആവണം. ഇപ്പൊ ഇന്നലെ ഉദാഹരണം ജോസ്കലിൻ സാർ പറഞ്ഞു, ജോസ്കലിൻ സാറെ അലട്ടുന്ന പ്രധാന പ്രശ്നം പ്രൊക്കാസ്റ്റിനേഷൻ ആണെന്ന്. അപ്പൊ ജോസ്കലിൻ സാർ ഈ പറഞ്ഞ 4 പോയിന്റുകൾ എഴുതി പരിശീലിച്ചാൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കും. ഇപ്പം തന്നെ ഇപ്പൊ ജോയ് സാർ പറഞ്ഞ പോലെ നമുക്ക് അതിൽ നിന്നും മാറ്റം വരാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാറ്റം വരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ തീർച്ചയായും അത് വളരെ എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിലാണ് ജോസ്കലിൻ സാറ് വളരെ കട്ട് ഷോട്ടാക്കിയിട്ട്, അങ്ങനെ വേണം പറയാൻ, ചെറിയ പോയിന്റുകളാക്കി നമ്മുടെ മുന്നിൽ ഇട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതിനാണ് ഇന്നലെ പോലെ ഞാൻ പറയുന്നു, ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് എഴുതാൻ പറയുന്നു, നമ്മളെ അകറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പറയുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ